ഹലോ ഫ്രണ്ട്സ്, ചെമ്മന്നൂർ പോലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അവരെ സ്വാഗതം ചെയ്തു. അപ്പോൾ ലാസ്റ്റ് കണ്ടത് ശരത്തിനെ കേസിൽ നിന്ന് പിൻവലിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരുന്നതാണ്. ആ സീൻ കാണിക്കുമ്പോഴത്തേക്ക് വീട്ടിൽ കയറി വരുമ്പോഴത്തേക്ക് ലക്ഷ്മി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച്, മോനെ നിന്നെ എനിക്ക് കിട്ടിയത് വളരെ സന്തോഷമുണ്ടാ, കാരണം നീ ജയിലിൽ പോകുമെന്നൊക്കെ ഓർത്തിരുന്നത്, പക്ഷേ ദൈവം സഹായിച്ച് നിന്നെ കൊണ്ടുവന്നല്ലോ, ദൈവം എൻ്റെ കൃഷ്ണേട്ടനും കൂടെ ഉണ്ട് എല്ലാത്തിനും സഹായിക്കാൻ വേണ്ടി, അതുകൊണ്ട് നീ ഇനി ഞങ്ങൾ പറയുന്നത് കേൾക്കണോടാ എന്ന് പറയുമ്പോഴത്തേക്ക് ശരത് പൊട്ടിക്കരവാണ്. അമ്മ നിങ്ങൾ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായത്, ഇനി നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ ശരത്ത് പറയുകയാണ്. ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചോളാം, നിങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കാത്തതുകൊണ്ടാണ്, പലരും പല തെറ്റായ കൂട്ടുകെട്ടുകൾ കൂടെ പോയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുകയാണ്. അപ്പം എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അമ്മയുടെ കാലം വീഴണം. മോനെ എന്നോടല്ല, നിന്റെ സച്ചിയേട്ടനോടാണ്. ഈ സച്ചിയേട്ടൻ നീ ചെയ്ത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നിൻ്റെ കൂടെ നിന്ന് മാത്രം നിന്നെ കൈ തല്ലി ഒടിച്ചപ്പോഴും നിന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ പോലെ ദേഷ്യത്തിന് പുറത്ത് ചെയ്താണെങ്കിൽ പോലും, പക്ഷെ ഞങ്ങളോട് അതൊന്നും കാര്യം പറഞ്ഞില്ല. നീ ഇങ്ങനെ കട്ടെടുത്തുകൊണ്ടാണ്, നീ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊന്നും പറയാതെ ആ വലിയ മനസ്സിനെ ആ വലിയ മനസ്സിനോട് തന്നെയാണ് നീ ക്ഷമ ചോദിക്കേണ്ട മോനെ എന്നൊക്കെ പറഞ്ഞ് ശരിയമ്മയെന്ന് പറഞ്ഞ് നേരെ സച്ചിയുടെ കാലിൽ പോയി വീഴുകയാണ്. സച്ചിയുടെ കാലിൽ പോയി വീഴുമ്പോഴത്തേക്ക് സച്ചിയേട്ടാ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക്, എടാ നീ എന്തേ കാണിക്കുന്നത്, മറ്റുള്ളവരെ പോലെ തന്നെയാണ് ഇടപെടുവാണ്. മറ്റുള്ളവർ പലരും പല രീതിക്ക് പറയുന്നുണ്ട്, കാല വീഴാനും കൈ വീഴാനും ക്ഷമിക്കാനൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നീയാണ് എൻ്റെ അനിയനല്ലേ. എടാ ഞാനും സുധിയും ശ്രീകാന്തൊക്കെ വഴക്കുണ്ടാക്കാറുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ പിന്നെ അതൊന്നും മനസ്സിൽ വെക്കാതെ പിന്നെ മുമ്പോട്ട് പോവുകയോ ചെയ്യുന്നത്. അതുപോലെ നീ എന്തിനാ അതൊക്കെ ഓർത്തിരിക്കുന്നത്? എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, കാരണം നീ എൻ്റെ സഹോദരനല്ലേടാ. കാരണം നീ ചെയ്ത തെറ്റ് ഇപ്പം മനസ്സിലാക്കി നീ അതിനെ പ്രായശ്ചിത്തമായിട്ട് അത് മാറി ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയാണ് നീ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നല്ല കാര്യങ്ങൾ, അത് തന്നെയാണ് നീ ചെയ്യേണ്ടത് തന്നെ. പിന്നെ അല്ല സച്ചേട്ടൻ, എനിക്ക് എന്തെങ്കിലും സച്ചേട്ടനോട് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, എടാ നിന്നോട് ഞാൻ ക്ഷമിച്ചുകൊണ്ടാണല്ലോ നിനക്ക് ഈ കേസിൽ നിന്ന് നിന്നെ പിൻവലിച്ചുകൊണ്ട് വരാൻ കാര്യം. പിന്നെ പക്ഷേ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നീ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ നീ നല്ലതായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ ജീവിക്കുക, നിൻ്റെ ഈ കുടുംബം നോക്കുക. ഇനി അതായിരിക്കും നിൻ്റെ ഫോക്കസ്, വേറൊന്നും ഫോക്കസ് ആയിരിക്കരുത്. കാരണം നിൻ്റെ ചേച്ചിമാരെയോ, കാരണം നിൻ്റെ ചേച്ചിയെ നോക്കിയേ, അവൾ പൂ കെട്ടിയും അല്ല അവളുടെ പഠിത്തം നിർത്തിയിട്ട് പൂ കെട്ടിയിട്ട് നിനക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് നിൻ്റെ കുടുംബത്തിന് വേണ്ടി അവളിപ്പോഴും അധ്വാനിക്കുന്നില്ല, അവളിപ്പോഴും കഷ്ടപ്പെടുന്നില്ലേ. ആ ഒരു എഫേർട്ടിൻ്റെ പകുതി എഫേർട്ട് നീട്ടാൻ മാത്രം മതി, ഈ കുടുംബം രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് നിനക്ക് അങ്ങനെ ഒരു തോന്നലോടെ നീ ജീവിക്കാൻ പറ്റണമെന്ന് പറയുമ്പോഴത്തേക്ക്, ശരി സച്ചിയായിട്ട് ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയുമ്പോഴത്തേക്കും, അപ്പം സച്ചി പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ നിൽക്കും അമ്മയെന്ന് പറയുമ്പോഴത്തേക്കും, മോനെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ചന്ദ്രമതി ഏതെങ്കിലും കേസ് പിൻവലിച്ചല്ലേ, നമുക്ക് ചന്ദ്രമതിയെ പോയി ഒന്ന് കാണാം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അമ്മ പിൻവലിച്ചല്ലേ, ഇനി അമ്മയുടെ അടുത്ത് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ പോയി ആശ്വാസത്തിന് വേണ്ടി പറയുമ്പോഴത്തേക്ക് അമ്മ അത് വേറെ രീതിയിൽ കാണത്തുള്ളൂ. അവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് പറ്റിപ്പോയതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ എന്ത് തന്നെയാണ് എന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അമ്മ കുഴപ്പമില്ല, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണ്. അല്ല മോനെ, കാരണം ശരത്ത് ജയിലിൽ പോയി ഒരു 6-7 വർഷമൊക്കെ കിടക്കേണ്ട സാരത്തിൽ നിന്ന് സച്ചിമോൻ്റെ അമ്മയാണ് പിൻവലിച്ചുകൊണ്ട് വന്നത്, കേസ് പിൻവലിച്ച് വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്പം ശരത്ത് സച്ചിമോൻ എടുത്ത് പറയുന്നുണ്ട്, അങ്ങോട്ട് പോകണ്ട, വെറുതെ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിക്കണ്ടേ എന്നുള്ള രീതി പറയുകയാണ്. ഉടനെ സച്ചി സച്ചിയാണ് പറയുമ്പോഴത്തേക്ക്, ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാണ്ടിരിക്കരുത്, പോകണം, നമ്മൾ പോയി അമ്മയോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആകെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, ശരി എന്നാൽ പോകാം, നിങ്ങൾ പറയുന്നില്ലേ പോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ സച്ചിയും ശരത്തും എല്ലാവരും കൂടി ഫാമിലിയായിട്ട് പോയിരുന്ന് മാമയുടെ വീട്ടിൽ കയറുമ്പോഴത്തേക്ക് മാമ പറയും, എല്ലാവരും ഭാഗത്ത് പോകാമെന്ന് പറഞ്ഞ് അകത്ത് കയറി ചെന്ന് വരുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടുത്തെ എൻ്റെ അമ്മ എന്ത് ചോദിക്കും. അപ്പം അമ്മ ഇറങ്ങി വരുവാണ്. ചന്ദ്രമതി, എന്താ നിങ്ങളെല്ലാവരും വന്നതെന്ന് ചോദിക്കുകയാണ്. ഇല്ല, അത് ലക്ഷ്മി പറയാം, ചന്ദ്രമതി ഞങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങൾ എല്ലാം മനസ്സിലാക്കി, അല്ല ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ചന്ദ്രമതി ഞങ്ങളോട് ക്ഷമിച്ചില്ലേ, ശരത്തിനോട് ക്ഷമിച്ചില്ലേ, അതുകൊണ്ട് വളരെ ഉപകാരം. കാരണം ഇനി കേസ് പിൻവലിച്ചില്ലേ, ഇനി ഒരിക്കലും ഇങ്ങനെ അപ്പം ഞങ്ങളോടെല്ലാം ക്ഷമിക്കണം, ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല, അങ്ങനെ തെറ്റുകളൊന്നും ആവർത്തിക്കത്തില്ല, ഞങ്ങളോട് ഈ ശരത്ത് ചെയ്ത തെറ്റിനോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, നിങ്ങളോട് ക്ഷമിക്കാനോ, നിങ്ങളോട് എന്നാ ക്ഷമിക്കാനോ, നിങ്ങളോട് ക്ഷമിച്ചിട്ട് കാര്യമില്ല. കാരണം അതിന് മാത്രം തെറ്റ് വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തത്, അത് ശരത്ത് ചെയ്തത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലേ, എൻ്റെ കാശ് അടിച്ചു മാറ്റിയതല്ലേ, അങ്ങനെ ആ തെറ്റ് അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നത്. പിന്നെ എൻ്റെ ഒരു മനസാക്ഷി കരുതി ഞാൻ അങ്ങനെ കേസ് പിൻവലിച്ചെന്നുള്ളതുള്ളൂ, ഇനി അങ്ങനെ ആവർത്തിക്കത്തില്ല. ഇനി ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കാരണം അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് കേസ് കൊടുത്ത് അകത്താകത്തുള്ളൂ എന്ന് പറയും. അവിടെ സച്ചി പറയും, എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവർ ഒരു വാശിക്ക് പുറത്ത് ചെയ്തതല്ല, അല്ലാതെ അവൻ മോഷ്ടാവൊന്നും അല്ലല്ലോ എന്നുള്ള രീതി സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക്, ശരി അങ്ങനെയെന്നുള്ള രീതി പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ദേവും പറയുക, അത് ആൻ്റണി മുഖേന ചെയ്തതാണ്, ആൻ്റണി
ആൻ്റണി മുഖേന ആൻ്റണി എന്ന് പറഞ്ഞൊരു കൊടും ക്രിമിനൽ മുഖേന ചെയ്തതാണെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇവൻ ഇല്ലാപ്പിള്ളയല്ലേ, ഇവനൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയാണ്. എന്നിട്ട് ശരത്ത് പോയി പറയണ, ശരത്ത് അമ്മ എന്നോട് ക്ഷമിക്കണം, ആൻറ്റി ഞങ്ങളോട് ക്ഷമിക്കണം, കാരണം ഇനി അങ്ങനെ ആവർത്തിക്കത്തില്ല. ഞാൻ എന്നാലും ആൻറ്റിയോട് അങ്ങനെ ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ആൻറ്റിയോട് ആൻറ്റി പറഞ്ഞത് അല്ല തെറ്റാണെന്ന് മനസ്സിലാക്കി, അല്ല ആൻറ്റി പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കി, അല്ല ആൻറ്റിനെ നിങ്ങൾ കാണിച്ചത് ശരിയാണെന്ന് മനസ്സിലാക്കി ഞങ്ങളത് തിരിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, അതുകൊണ്ട് ഇനി എന്നെ ക്ഷമിക്കണം, ഞാൻ ഇനി ആവർത്തിക്കത്തില്ല, നിങ്ങളുടെ കുടുംബത്തോടൊന്നും യാതൊരു രീതിയിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് ശരത്ത് പറയണം. പിന്നെ ദൈവം പറയുക, അപ്പം എന്നാൽ മാപ്പൊക്കെ അപേക്ഷിച്ചില്ല, ഇനി പോകാമെന്ന് സച്ചി പറയുമ്പോഴത്തേക്ക് എല്ലാവരും പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് രേവതി പറയാം, അച്ഛൻ അവിടെ അമ്മയില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുക, ഭയങ്കര വിഷമത്തിലായിരിക്കും, ഒന്നും ഊണും ഉറക്കമൊന്നും ഇല്ല, എങ്ങനെയില്ല അമ്മ വീട്ടിൽ വരണം എന്ന് പറയും. വീട്ടിൽ വരണം എന്ന് പറയും. ആ വീട്ടിൽ വരാൻ വേണ്ടി നിൻ്റെ ശുപാർശ വേണോടി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അതല്ല അമ്മ, അച്ഛൻ നല്ല വിഷമത്തിലായിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ പറയുകയാണ്, അല്ല ശരത്ത് പറയുക, വേറെ നിങ്ങൾ വരുമൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല, കാരണം അച്ഛൻ വേറൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അച്ഛമ്മയുടെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്, അച്ഛൻ ഇനി ഇവിടുത്തെ ജീവിതം ബോറടിച്ചു, കാരണം അമ്മ ഇല്ലാത്തതുകൊണ്ടാണെന്ന് ബോറടിച്ചു തുടങ്ങിയിട്ടുണ്ട്, കാരണം അച്ഛനെ ബസ് കയറ്റി വിടാൻ വേണ്ടി പെട്ടെന്ന് ചെല്ലണമെന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി ആദ്യ കയറുവാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം പിന്നെയും പറയാം, അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം ഒരാളുണ്ട്, 10-65 വയസ്സുള്ള ആളാണ്, പുള്ളിയുടെ ഭാര്യയായിട്ട് എന്ത് പണക്കവും കാര്യങ്ങളൊന്നും ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോകുന്നതുകൊണ്ട് എന്താ ചെയ്യുന്നറിയാമോ, പുള്ളിക്കാരൻ തൻ്റെ ഭാര്യനെ ഡൈവേഴ്സ് ചെയ്ത് അച്ഛനും ഇപ്പോൾ അങ്ങനെ കണ്ടൊക്കെ തീരുമാനം എടുക്കുന്നുണ്ട് തോന്നുന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതിയോട് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഭാമ അങ്ങനെയൊക്കെ ചെയ്യുമോ, ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുമോ, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ എന്നുള്ള രീതി പറയുവാണ്. അത് കഴിഞ്ഞ് സച്ചിയും രേവതി ഇറങ്ങി വരികയാണ്. രേവതി ഇറങ്ങി വരുമ്പോഴത്തേക്ക് രേവതി ചോദിക്കും, അത് അച്ഛൻ എപ്പോഴും അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള അടവുകളൊക്കെ പറഞ്ഞാൽ മാത്രമേ അമ്മയുടെ വഴി നോക്കി അമ്മ ഇറങ്ങി വരത്തുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് അവർ പോകുമ്പോഴത്തേക്ക് രേവതിയും ഭാമയും ചന്ദ്രമതിയും സംസാരിക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുക, അയ്യോ ഞാൻ അങ്ങനെ ചെയ്തതായിരുന്നല്ലേ, ഇനി എന്താണെങ്കിലും അല്ലെങ്കിൽ ഞാനിതിന് ഇവിടെ നിൽക്കുന്നത്, എനിക്ക് എൻ്റെ വീടുണ്ടല്ലോ, ഞാൻ പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് പെട്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അടുത്ത സീൻ കാണിക്കുന്ന അവിടെ ചന്ദ്രോദയമാണ്. ചന്ദ്രോദയത്തിൽ ചെന്ന് കയറി ഒന്ന് ചന്ദ്രമതി പറയുവാണ്, അല്ല സച്ചി കാണണം, സച്ചി പറയും അവിടെ നിന്നോളെന്ന് പറയും. നീ എന്തിനാ അങ്ങനെ പറയുന്നത് ചോദിക്കും. മര്യാദയ്ക്ക് അവിടെ നിന്നാൽ മതി എന്ന് പറയും. ഉടനെ നീ ആരോടെ കയറി വരുന്നതെന്നൊക്കെ രവീന്ദ്രൻ പെട്ടെന്ന് ചോദിക്കുമ്പോഴത്തേന് അപ്പം ചന്ദ്രമതിയെ കാണണം. ചന്ദ്രമതി കാണുമ്പോഴത്തേക്ക് വല്ലാത്തൊരു വളിച്ച് ചിരിയൊക്കെ ചിരിക്കുക. അവിടെ ചന്ദ്രമതി നാണം കേട്ട് ഇങ്ങനെ നിൽക്കുക. എന്താ ചെയ്യണം എങ്ങനെ പിന്നെ ശ്രീകാന്തും വർഷയും ശ്രുതിയെല്ലാം ഓടി വരും. ശ്രുതി ഓടി വന്നിട്ട് അമ്മ അകത്തോട്ട് കയറിപ്പോകാം, അങ്ങോട്ട് കയറിപ്പോകാമെന്ന് വളരെ രീതി പറഞ്ഞ് വിളിച്ചുകൊണ്ട് അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ശ്രുതി അങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് പോകാൻ നിൽക്കും. അണ്ണ പറയാം, എടാ അമ്മയുടെ പറഞ്ഞ് കയറിപ്പോരെന്ന് പറഞ്ഞത് സച്ചി എടുത്ത് പറയും. അതെന്താ നീ ഇങ്ങനെ കയറി വരുന്നത്, എന്താ പറഞ്ഞാൽ കുറേ നേരം പറയുന്നുണ്ടെന്ന് പറയും. രേവതി നീ ആരതി തട്ട് എടുത്തോണ്ട് വരും. ആരതി തട്ടോ? അതെ, അംഗത്തിന് പോയിട്ട് വരുന്ന യോദ്ധാക്കൾക്ക് ആരതി തട്ട് വെച്ച് ഒഴിഞ്ഞല്ല അകത്ത് കയറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ പറയുക, എനിക്ക് ആരതി തട്ടൊന്നും വേണ്ട, ഞാനൊന്നും ആരതി തട്ട് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഒരു കാര്യമുണ്ട്, വലതുകാലം വെച്ച് കയറിയാൽ മതി എന്നുള്ള രീതി പറയും. വലതുകാലം വെച്ചോ? അത് വലതുകാലം വെച്ച് കയറിയാൽ എന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് എന്നുള്ള രീതി എല്ലാവരും നോക്കി നിൽക്കാൻ വലതുകാല് വെക്കും എങ്കിൽ പോലും തിരിച്ച് മാറ്റിയിട്ട് അത് ഇടതുകാലിലേക്ക് മാറ്റിയിട്ട് ഇടതുകാല് ചവിട്ടി കയറി അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആയി. അങ്ങനെ ഒരു സീനാണ് ഇന്നത്തെ ലാസ്റ്റ് സീനായിട്ട് കാണുന്നത്. ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങളുടെ വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടിന് വേണ്ടി ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്ന സൈനിങ് ഓഫ്. താങ്ക് യു.